CPM വിട്ട BJP-യിൽ ചേർന്ന S. രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി M. മണി. രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണം, പണ്ട് ചെയ്യാൻ മടിച്ചതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും മണിയുടെ ഭീഷണി. ഉണ്ടചോർന്ന് നന്ദി കാണിക്കണം, പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ M. മണിയാണെങ്കിലും തല്ലിക്കൊല്ലണം എന്നും പൊതുയോഗത്തിൽ M. മണി പറഞ്ഞു. മുഹമ്മദ് ആഷിഖുടെ വിവരങ്ങൾ നൽകാനായി ആഷിഖ്, വിശദാംശങ്ങൾ. അനീഷ, മൂന്നാറിൽ ചേർന്ന സംഘടിപ്പിച്ച ഒരു നയവിശദീകരണ യോഗത്തിലാണ് M. മണിയുടെ ഈ ഭീഷണി സ്വരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. S. രാജേന്ദ്രൻ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ കൂടിയാണ് ഈ വിശദീകരണ യോഗം CPM വിളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കാലത്തേക്കും MLA ആയി തുടരാൻ കഴിയുകയില്ല. പാർട്ടി വിട്ട് ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്ന S. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം, സഖാക്കൾ കൈകാര്യം ചെയ്യണം എന്നാണ് M. മണി പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് സഖാക്കളെ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. RSSലോ BJP-യിലോ എവിടെ ചേർന്നാലും CPM-ന് ഒരു കുഴപ്പവുമില്ല. ഉണ്ടചോറിന് നന്ദി കാണിക്കണം. ആഷിഖ് തുടരൂ, നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ട് വരാം, അതിനുശേഷം ആഷിഖിലേക്ക് വരാം. ജീവിതകാലം മുഴുവൻ MLA ആയി പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്. പാടം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഇതിനെയൊക്കെ ജയിപ്പിക്കാൻ പാട് വിടും. അതിനാലും മഴ പോകണമെന്നുള്ള ഏർപ്പാട് അത് ഇവിടുത്തെ കാക്കം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാക്കും? BJP-യുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി തുടങ്ങിയാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ? RSS പോയി കൂടുവോ? അതിനപ്പുറം വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ? അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. BJP-യിലേക്ക് ചേക്കേറിയ S. രാജേന്ദ്രനെ വിമർശിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് M. മണിയുടെ പ്രസംഗം. മുഹമ്മദ് ആഷിഖ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഏത് വേദിയിലായിരുന്നു ഈ പ്രസംഗം? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും വിശകലനം ചെയ്യാനും വിലയിരുത്തുവാനും വേണ്ടിയിട്ട് മൂന്നാർ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിലാണ് CPM നേതാവും CPM-ന്റെ ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്ന M. മണി കടുത്ത പരാമർശങ്ങൾ നടത്തുന്നത്. S. രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോയത് പാർട്ടിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അത് കൈകാര്യം ചെയ്യണം, അത് മൂന്നാറിലെ സഖാക്കൾ കൈകാര്യം ചെയ്യണം എന്ന് S. രാജേന്ദ്രനെതിരെ M. മണി പറയുന്നുണ്ട്. പണ്ട് ചെയ്യാൻ ഞങ്ങൾ മടിച്ചതൊന്നും ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് എന്നാണ് M. മണിയുടെ പരാമർശം. ഉണ്ടചോറിന് നന്ദി കാണിക്കണം. രാജേന്ദ്രനും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ച് കഴിക്കാനുള്ള സാഹചര്യം പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പാർട്ടിക്ക് ഇതൊന്നും ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ജനിച്ചപ്പോൾ മുതൽ MLA ആക്കി കൊണ്ടു നടക്കാനൊന്നും ഈ പാർട്ടിക്ക് കഴിയുകയില്ല എന്നും പറയുന്നുണ്ട്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അത് കൈകാര്യം ചെയ്യും എന്നുള്ള പരാമർശമാണ് M. മണി ഈ വിശദീകരണ യോഗത്തിൽ നൽകുന്നത്. മുൻപും ഇത്തരം പരാമർശങ്ങൾ M. മണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1-2-3 പ്രസംഗമൊക്കെ നമുക്ക് അറിയാവുന്നത്. ആ പ്രസംഗത്തെ കുറിച്ച് കൂടി ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. M. മണിയെ MLA ആക്കിയത് പാർട്ടിയാണ്, പിന്നീട് മന്ത്രിയാക്കി, അതിനുശേഷം മറ്റു ചുമതലകളൊക്കെയും തന്നു. എന്നാൽ M. മണി പോയാൽ പോലും പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. ആ നിലയിൽ തന്നെയാണ് S. രാജേന്ദ്രന്റെ പാർട്ടിയിൽ നിന്നുള്ള പോക്കും എന്നും പറയുന്നുണ്ട്. സ്ഥിരമായി M. മണി ഉപയോഗിക്കാറുള്ള ഭാഷയിലാണ്, ആ ശൈലിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പാർട്ടി വിട്ടുപോയ S. രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനവും കൂടാതെ ഭീഷണിയുടെ സ്വരത്തിലുള്ള സംസാരവുമാണ് ആ പ്രസംഗത്തിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അനീഷ, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.